സമ്മേളനവും സമരവുമായിട്ട് നടക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ഇത്തരമൊരു കേന്ദ്രവിരുദ്ധ സമരം നടത്തിയെന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ട് നടത്തുന്ന സമരം. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ, കാരണക്കാർ കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ. ഇതിൻ്റെ ടൈമിംഗ് ഒരു പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഡൽഹിയിൽ നടത്തുന്ന ഒരു സമരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്, 7 കൊല്ലമായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി ഒരു സമരം നടത്തുന്നത്. ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇതുപോലെ ഒരു സമരം നടന്നത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് 7 വർഷക്കാലം കേന്ദ്രം ഇപ്പം ധനകാര്യ കമ്മീഷനിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞത് മാത്രമല്ലല്ലോ, കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെയൊക്കെ കവർന്നെടുത്തു. നിരവധി അവഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിട്ട് ഈ 7-8 വർഷക്കാലമായി ഒരു സമരത്തിന് തയ്യാറാകാതിരുന്ന ആളുകൾ ഇപ്പോൾ ഈ സമരം നടത്തുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വളരെയധികം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ മുമ്പിൽ മറുപടി പറഞ്ഞ് ഗവൺമെന്റ് ഏതാണ്ട് കുഴഞ്ഞു. ഈ അവസരത്തിൽ എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണെന്ന് വരുത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമാക്കിയുള്ള ഒരു സമരമാണ്. നവകേരള യാത്രയ്ക്ക് UDF-നെ ക്ഷണിച്ചതുപോലെയാണ് ഇതിനും ക്ഷണിച്ചത്. UDF പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ധവളപത്രം ഇറക്കണം. ഈ ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? സാമ്പത്തികമായി ഈ ഗവൺമെന്റിനുണ്ടായ പ്രതിസന്ധിക്ക് കാരണമായതിന് ഉള്ള പല കാരണങ്ങളും നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. നികുതി പിരിവിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റിന് എന്തുമാത്രം അലസത, അല്ലെങ്കിൽ നികുതി പിരിവിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് എന്തുമാത്രം പരാജയപ്പെട്ടു. GST ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നവകേരള യാത്രയ്ക്ക് പണം പിരിച്ചു. പണം പിരിക്കുന്നത് ആരാ? നികുതി ദായകരിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലൊന്നും ചെക്കിങ്ങില്ല. ഇഷ്ടമുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നു. നികുതി കിട്ടേണ്ടതാണ്. സ്വർണത്തിന്റെ നികുതിയെക്കുറിച്ച് പറഞ്ഞു. നികുതി പിരിവ് ഊർജിതപ്പെടുത്തുകയും നികുതി കുടിശ്ശിക പിടിച്ചെടുക്കുകയും ഈ നമുക്ക് നഷ്ടപ്പെടുന്ന നികുതി ചോർച്ച കൃത്യമായി നമുക്ക് ഈടാക്കാൻ കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കാൻ, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് പണം കൊടുക്കാൻ എല്ലാം പണം കണ്ടെത്താൻ കഴിയുമായിരുന്നു. പെട്രോളിന് ഡീസലിന് 2% സർചാർജ് ഏർപ്പെടുത്തിയപ്പോൾ ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയതാണ്. 5 മാസമായി സാമൂഹ്യ പെൻഷൻ മുടങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA മുടങ്ങിയിട്ട് കാലം എത്രയായി? നെൽകർഷകർക്ക് പണം കൊടുത്തിട്ട് എത്ര നാളായി? സപ്ലൈകോയ്ക്ക് ആവശ്യപ്പെട്ട പണം കൊടുക്കാതെ നമ്മുടെ നീതി സ്റ്റോറുകളെല്ലാം നിത്യോപയോഗ സാധനങ്ങളില്ലാതെ ദുരിതമനുഭവിക്കുന്ന കാലം എത്രയായി? അപ്പോൾ ഈ പറയുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും പ്രധാന കാരണം കേന്ദ്ര ഗവൺമെന്റാണെന്ന് വരുത്താൻ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള അവഗണനയെ തീർച്ചയായിട്ടും ശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ മന്ത്രിമാരും ഈ സമരത്തിൽ സീരിയസ് ആണെങ്കിൽ ന്യായമായ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം വന്നല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച. ആ പ്രമേയം അവതരിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ? ഇതിനു മുമ്പ് കേന്ദ്ര അവഗണനയ്ക്കെതിരായുള്ള പ്രധാന പ്രമേയങ്ങളെല്ലാം മുഖ്യമന്ത്രിയാണ് അവതരിപ്പിച്ചത്. എന്തേ മുഖ്യമന്ത്രി അവതരിപ്പിച്ചില്ല? സ്വന്തം മകളുടെ പേരിലുള്ള അഴിമതി ആരോപണത്തെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ആ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം മുഖ്യമന്ത്രിയും ഗവൺമെന്റും മന്ത്രിമാരും ഈ കാര്യത്തിൽ സീരിയസ് ആണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ്.